നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്തരായ ചില എഴുത്തുകാരും അവരുടെ രചനകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനു മുൻപൊരു എപ്പിസോഡിൽ നമ്മൾ എഴുത്തുകാരും അവരുടെ കൃതികളും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമെന്ന് കരുതുക. അപ്പം എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രധാനപ്പെട്ട 3 കൃതികളാണ് കർണഭൂഷണം, ഉമാകേരളം, പിംഗല. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രധാനപ്പെട്ട 3 കൃതികളാണ് കർണഭൂഷണം, ഉമാകേരളം, പിംഗല. പുത്തൻ കലവും അരിവാളും. പുത്തൻ കലവും അരിവാളും എന്നുള്ളത് ഇടശ്ശേരിയുടെ കൃതിയാണ്. പുത്തൻ കലവും അരിവാളും. രമണൻ എഴുതിയതാരാണെന്ന് നമുക്കെല്ലാം അറിയാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കൃതിയാണ് രമണൻ. 24 വൃത്തം എഴുതിയത് എഴുത്തച്ഛനാണ്. 24 വൃത്തം എഴുതിയത് എഴുത്തച്ഛനാണ്. കാലനില്ലാത്ത കാലം, അത് കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ്. കാലനില്ലാത്ത കാലം. ആരമ്മേ ഗാന്ധി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ രചനയാണ് ആരമ്മേ ഗാന്ധി എന്നുള്ളത്. കണ്ണുനീർ തുള്ളി എഴുതിയത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കൃതിയാണ് കണ്ണുനീർ തുള്ളി. ആളില്ലാ കസേരകൾ, ചെമ്മനം ചാക്കോയുടെ രചനയാണ് ആളില്ലാ കസേരകൾ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കൃതികളാണ് കർണഭൂഷണം, ഉമാകേരളം, പിംഗല. പുത്തൻ കലവും അരിവാളും ഇടശ്ശേരിയുടെ കൃതിയാണ്. രമണൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രചനയാണ്. 24 വൃത്തം എഴുത്തച്ഛൻ്റെതാണ്. കാലനില്ലാത്ത കാലം കുഞ്ചൻ നമ്പ്യാരുടെ രചനയാണ്. ആരമ്മേ ഗാന്ധി എന്നുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ രചനയാണ്. കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണ മേനോൻ്റെ രചനയാണ്. ആളില്ലാ കസേരകൾ ചെമ്മനം ചാക്കോയുടെ രചനയാണ്. ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യരുടെ രചനയാണ് കേട്ടോ. ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യരുടെ രചനയാണ്. ഒരു സിംഹപ്രസവം കുമാരനാശാൻ്റെ രചനയാണ്. കറുത്ത പക്ഷിയുടെ പാട്ട്, കറുത്ത പക്ഷിയുടെ പാട്ട് ONV കുറുപ്പിൻ്റെ രചനയാണ്. ആയിഷ എഴുതിയത് വയലാർ രാമവർമ്മയാണ്. സന്താനഗോപാലം പൂന്താനത്തിൻ്റെ രചനയാണ്. ഹരിനാമ കീർത്തനം എഴുത്തച്ഛൻ്റെ രചനയാണ്. അപ്പോൾ ഹരിനാമ കീർത്തനം എഴുതിയത് എഴുത്തച്ഛനാണ്. സന്താനഗോപാലം പൂന്താനത്തിൻ്റെ കൃതിയാണ്. ആയിഷ ആരുടെ കൃതിയാണ്? വയലാർ രാമവർമ്മയുടെ രചനയാണ് ആയിഷ. കറുത്ത പക്ഷിയുടെ പാട്ട് ONV കുറുപ്പിൻ്റെ രചനയാണ്. ഒരു സിംഹപ്രസവം കുമാരനാശാൻ്റെ രചന. ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യരുടെ രചനയാണ്. അതുപോലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ രചനകളാണ് കർണഭൂഷണം, ഉമാകേരളം, പിംഗല. പുത്തൻ കലവും അരിവാളും ഇടശ്ശേരിയുടെ രചനയാണ്. രമണൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രചനയാണ്. 24 വൃത്തം എഴുത്തച്ഛൻ്റെ രചനയാണ്. കാലനില്ലാത്ത കാലം കുഞ്ചൻ നമ്പ്യാരുടെ രചന. ആരമ്മേ ഗാന്ധി, അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയതാണ്. കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയതാണ്. ആളില്ലാ കസേരകൾ ചെമ്മനം ചാക്കോ എഴുതിയതാണ്.